هدانا لخير الأديان وما كنا لنهتدي لولا أن هدانا الله وأكمل لنا ديننا وأتم علينا نعمته ورضي لنا بالإسلام وألف بين قلوب أهل الإيمان وحثهم على أن يكونوا كأعضاء جسد واحد نحمده ونستعينه ونسأل به الكرامة فيما بعد الموت وقد دنا أجلي وأجلكم أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا فبلغ الرسالة وأدى الأمانة وقام بالحجة ودعا إلى الحق فمن يطع الله ورسوله فقد رشد ومن يعص الله ورسوله فقد ضل ضلالا مبينا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الأخوة المؤمنون أوصيكم وإياي أولا بتقوى الله تبارك وتعالى والاعتصام بحبل الله جميعا والامتثال لما أمر الله به والامتناع عما نهى الله عنه قال الله تبارك وتعالى في محكم كتابه العزيز أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما منع الناس أن يؤمنوا إذ جاءهم الهدى إلا أن قالوا أبعث الله بشرا رسولا قل لو كان في الأرض ملائكة يمشون مطمئنين لنزلنا عليهم من السماء ملكا رسولا صدق الله العلي العظيم ബഹുമാന്യരായ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിലെ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, സർവ്വലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് മുത്തഖികളായി ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തൃപ്തിയിൽ ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുപോലെ അവൻ്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമായി തുടക്കം മുതൽ ഒടുക്കം വരെയും ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞ ചരിത്ര യാഥാർത്ഥ്യമാണ്. ലോകത്ത് ഒരു വ്യക്തിയുടെയും ചരിത്രം ഇതുപോലെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ് വസ്തുത. എന്നല്ല, നമ്മൾ മഹാന്മാർ എന്ന് പറയുന്ന പലരുടെയും ചരിത്രം ആദ്യാവസാനം രേഖപ്പെടുത്താൻ കൊള്ളാവുന്നതുമല്ല എന്നതും അതിൻ്റെ കൂടെയുള്ള മറ്റൊരു സത്യമാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ജനനം മുതൽ മരണം വരെയും പൊതുവെ, പ്രത്യേകിച്ചും നബുവത്ത് മുതൽ വഫാത്ത് വരെയുള്ള സമയം വെള്ളിപ്പുള്ളി വ്യത്യാസമില്ലാതെ ഒരു സെക്കൻഡ് പോലും ഒഴിച്ചു നിർത്താതെ
സമ്പൂർണമായും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ യാതൊരു അതിശയോക്തിയുമില്ലാതെ ഒരാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന വസ്തുതയാണ് അത്. നമ്മുടെ മുമ്പിൽ അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിൻ്റെ മുമ്പിൽ അള്ളാഹുവിൻ്റെ റസൂൽ ജീവിക്കുകയായിരുന്നു. ഇമാം ബുസൂരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ബുർദയുടെ തുടക്കത്തിൽ പറയുന്നത് മുഹമ്മദുൻ അഷ്റഫുൽ അഅറാബി വൽ അജമി മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ അഅറാബി വൽ അജം, അറബി അനറബി വ്യത്യാസമില്ലാതെ എല്ലാവരിൽ നിന്നും മഹത്വമുള്ളവനാണ്. എന്നല്ല, മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി, രണ്ട് കാലുകൾ കൊണ്ട് ഈ ഭൂമിയിൽ നടന്നു നീങ്ങിയ എല്ലാ മനുഷ്യരെക്കാളും ഉയർന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ആ മഹാനുഭാവൻ. അങ്ങനെ രണ്ട് കാലുകൾ കൊണ്ട് ജീവിച്ച മനുഷ്യർക്കിടയിൽ ഒരു പൂർണ്ണ മനുഷ്യനായി നമ്മുടെ മുമ്പിൽ ജീവിതം കാണിച്ചു തരികയായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ. അതുകൊണ്ട് തന്നെ ആ ജീവിതത്തിൽ നിന്ന് ഒന്നും ഒളിച്ചു വെക്കാനില്ല. ആളുകളുടെ മുമ്പിൽ മറച്ചു വെച്ചുകൊണ്ട് പറയേണ്ട ഒന്നും ആ ജീവിതത്തിലില്ല. ആ ജീവിതത്തെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നത്. ആ മാതൃക നമസ്കാരത്തിൻ്റെ വിശദാംശങ്ങളിൽ പരിമിതപ്പെടുന്ന മാതൃകയല്ല. നമസ്കാരത്തിൽ കൈ നെഞ്ചത്താണോ കെട്ടേണ്ടത്, അതല്ല താഴെയാണോ? സുബ്ഹി നമസ്കാരത്തിൽ ഖുനൂത്ത് ഓതണമോ ഓതാതിരിക്കണമോ? തറാവീഹ് 20 റക്അത്ത് നിസ്കരിക്കണോ, അതല്ല 8 മതിയോ? അത്തഹിയാത്തിൽ തശഹുദിന്റെ സന്ദർഭത്തിൽ വിരല് ആട്ടിക്കൊണ്ടിരിക്കണമോ ആട്ടാതിരിക്കണമോ എന്നിത്യാദിയുള്ള ഫിഖ്ഹി മസായിലുകളിലുള്ള ഹല്ലിനു വേണ്ടി മാത്രമുള്ള ഒരു മാതൃകയല്ല. അതിനപ്പുറം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും അതിൽ ആരാധനകളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, ദുആകളുണ്ട്, സാമ്പത്തിക ഇടപാടുകളുണ്ട്, കുടുംബജീവിതമുണ്ട്, രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്, സാമ്പത്തിക ഇടപാടുകളുണ്ട്, സാംസ്കാരിക പ്രവർത്തനങ്ങളുണ്ട്, നാഗരിക ജീവിതമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ആരോഗ്യമുണ്ട്, ഭക്ഷണം കഴിക്കലുണ്ട്, വെള്ളം കുടിക്കലുണ്ട്, വസ്ത്രം ധരിക്കലുണ്ട്, മലമൂത്ര വിസർജനം നടത്തലുണ്ട്, രാത്രി കിടന്നുറങ്ങലുണ്ട്, രാവിലെ എഴുന്നേൽക്കലുണ്ട്, എല്ലാം ഉണ്ട്. ആ മാതൃകക്കകത്ത് വരാത്ത ഒന്നുമേയില്ല എന്നതാണ് ആ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു റോൾ മോഡൽ, ഇങ്ങനെ ഒരു മാതൃക ലോകത്തൊരാളുടെ ജീവിതത്തിലും നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. അത് മത നേതാക്കന്മാരാണെങ്കിലും മതേതര നേതൃത്വങ്ങളാണെങ്കിലും ജീവിതത്തിന്റെ അല്ലറ ചില്ലറ മേഖലകളിലൊക്കെ അവരെ പിൻപറ്റിയാൽ നന്മ സംഭവിച്ചേക്കാം. പക്ഷെ ജീവിതത്തെ സമ്പൂർണമായും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വം, അത് അള്ളാഹുവിന്റെ റസൂലല്ലാതെ മറ്റൊരാളും യഥാർത്ഥത്തിലില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തെ മാറ്റിവെച്ചുകൊണ്ട് ഒരാളുടെ ഇസ്ലാമിനെ പൂർത്തീകരിക്കാൻ ഒരു കാരണവശാലും സാധിക്കുകയില്ല. തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലൂ മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നതി. രണ്ടെണ്ണം നിങ്ങൾക്ക് വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ആ രണ്ടെണ്ണം നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് അതിനെ പിൻപറ്റിക്കൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വഴിയറിയാതെ പ്രയാസപ്പെടേണ്ടി വരില്ല. നേരായ വഴിയിൽ നിന്ന് വ്യതിചലിക്കേണ്ടിയും വരില്ല. സത്യത്തിന്റെ പാതയിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ അത് മാത്രം മതിയാകും.
എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെയും ആ സുന്നത്ത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഹദീസുകളെയും ഒരാൾ പിൻപറ്റാതെ ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതം ഇസ്ലാമികമാണ് എന്ന് പറയുന്നതിന് ഒരു ന്യായവും യഥാർത്ഥത്തിലില്ല. ഹദീസ് നിഷേധ പ്രവണത ഇന്ന് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സമുദായത്തിനകത്ത് ഇതുപോലെയുള്ള ചില പുതിയ പ്രവണതകൾ ഹദീസ് നിഷേധ പ്രവണതയായി, സർവമത സത്യവാദമായി, ശരീഅത്ത് പുനർക്രമീകരിക്കണമെന്ന മതനവീകരണവാദമായി ചില പുതിയ ശബ്ദങ്ങൾ മുസ്ലിം സമുദായത്തിനകത്ത് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹദീസ് നിഷേധത്തെ സമർത്ഥിക്കാൻ വേണ്ടി ഖുർആൻ വ്യാഖ്യാനങ്ങൾ രചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ പുസ്തകങ്ങൾ അച്ചടിച്ച് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയകളിലൂടെ അതിനുവേണ്ട ക്യാമ്പയിനുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു സാമൂഹിക ഘടനയിൽ കൂടിയാണ് ഞാനും നിങ്ങളും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹദീസുകൾ വേണ്ടതില്ല. ഹദീസുകൾ എന്ന് പറയുന്നത് 6-ാം നൂറ്റാണ്ടിലെ അറബികളോട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ചെയ്ത ചില കാര്യങ്ങളാണ്. 21-ാം നൂറ്റാണ്ടിന്റെ ആധുനികതയ്ക്ക് ഒട്ടുമേ യോജിക്കുന്നതല്ല അത്. അതുകൊണ്ട് അത് മാറ്റിവെച്ചുകൊണ്ട് ഖുർആനിനെ പുതിയ കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് വ്യാഖ്യാനിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന വാദം മുസ്ലിം സമുദായത്തിനകത്ത് നേരത്തെ ഇല്ലാത്ത വിധം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. അത് യഥാർത്ഥത്തിൽ ഇസ്ലാമിനോടുള്ള സ്നേഹം കൊണ്ടുണ്ടാകുന്ന ഒരു വാദം അല്ല, മറിച്ച് യഥാർത്ഥത്തിൽ ആ വാദത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിനോടുള്ള ഒരുതരം അപകർഷതാബോധത്തിൽ നിന്നാണ് ഈ മനോഭാവം ഉടലെടുക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിനെതിരെ പല കോണുകളിൽ നിന്നും നിരന്തരമായ അക്രമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ കുല്ലമാ ഔഖദു നാറൻ ലിൽ ഹർബി അത്ഫഅഹ അല്ലാഹ് വയസ്ഔന ഫിൽ അർദിൽ ഫസാദ് എന്ന് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല സൂചിപ്പിച്ചതുപോലെ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഇസ്ലാമിനെതിരെ ഒരു പ്രൊപ്പഗൻഡ വാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആയുധം കൊണ്ട് ഇസ്ലാമിനെ പരാജയപ്പെടുത്താൻ അവർ തീരുമാനിച്ചിട്ടില്ല. പക്ഷെ പ്രൊപ്പഗൻഡ വാറിലൂടെ, പ്രചരണ യുദ്ധങ്ങളിലൂടെ ഇസ്ലാമിനെതിരെ നിരന്തരമായ അക്രമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്ലാം എന്ന് കേൾക്കുമ്പോഴേക്ക് ആളുകളുടെ മനസ്സിനകത്ത് ഭയം തോന്നുന്ന ഒരു മനോഭാവം രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് ലോകത്തിന്റെ പൊതുബോധമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിനകത്ത് ഇസ്ലാമിനോട് ഒരുതരം അപകർഷതാബോധം തോന്നിക്കൊണ്ടിരിക്കുമ്പോൾ ആ അപകർഷതാബോധത്തിൽ നിന്ന് ഉടലെടുക്കുന്ന മനോഭാവമാണ് ഹദീസ് നിഷേധം എന്ന് പറയുന്നത്. അതല്ലാണ്ട് ഇസ്ലാമിനെ നന്നാക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടൊന്നുമല്ല. ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ തൽക്കാലം ഒഴിവാക്കി ഒരു സാധു ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവരുടെ അക്രമങ്ങളെയൊക്കെ നേരിടാൻ കഴിയുമെന്ന ഒരു പാവത്താൻ ചിന്തയിൽ നിന്നാണ് ഇത്തരം മനോഭാവങ്ങൾ യഥാർത്ഥത്തിൽ രൂപപ്പെടുന്നത്. പക്ഷെ ഇവരുടെ ഈ പാവത്താൻ വാദത്തിന്റെ ഒരു അടിസ്ഥാനമില്ല. കാരണം ഏതെങ്കിലും ഒരു കോംപ്രമൈസിംഗ് ഫോർമുലയിലൂടെ അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു യുദ്ധത്തിനല്ല ഈ വിഭാഗം തുടക്കം കുറിച്ചിരിക്കുന്നത്. വലാ യസാലൂന യുഖാതിലൂനകും ഹത്താ യറുദ്ദൂകും അൻ ദീനികും ഇൻ ഇസ്തതാഉ എന്ന് ഖുർആൻ പറയുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ ദീന് കൈയൊഴിഞ്ഞുകൊണ്ട് അവരോടൊപ്പം ചേരാൻ നിങ്ങൾ തയ്യാറുണ്ടോ? എങ്കിൽ എല്ലാ പ്രശ്നങ്ങളും തീരും. അതല്ലാത്തയിടത്തോളം കാലം ഒരു കോംപ്രമൈസിംഗ് ഫോർമുലയിലൂടെയും പരിഹരിക്കാൻ പറ്റാത്ത പ്രൊപ്പഗൻഡ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ദീനിനെ കൈയൊഴിയുന്നതിന്റെ ഭാഗമായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനോഭാവങ്ങളാണ് ഹദീസ് നിഷേധ പ്രവണതകളിലൂടെ മുസ്ലിം സമുദായത്തിനകത്ത് ചെറുതായിട്ടെങ്കിലും മുളപൊട്ടിക്കൊണ്ടിരിക്കുന്നത്. ചിന്തിക്കുന്ന ആളുകളെ,
കേവല ബുദ്ധി കൊണ്ട് മാത്രം, യുക്തി കൊണ്ട് മാത്രം ആലോചിക്കുന്ന ആളുകളെ വലയിട്ടു പിടിക്കുവാനുള്ള നിരന്തരമായ ശ്രമങ്ങളാണ് ഈ വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും നമുക്ക് കാണാൻ സാധിക്കും. ഹദീസ് നിഷേധ പ്രവണത എന്ന് പറയുന്നത് ഇന്നും ഇന്നലെ തുടങ്ങി വെച്ചൊന്നല്ല. അതിന് ഇസ്ലാമിനോളം പഴക്കമുണ്ട്, അല്ലെങ്കിൽ ഹദീസിനോളം പഴക്കമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിന്റെ ഖലീഫയായി. 2 ചില്ലാനം വർഷങ്ങൾക്ക് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വഫാത്തിന് ശേഷം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിന്റെ ഖലീഫയായി. 10 വർഷത്തോളമുള്ള ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്തിന് ശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിന്റെ ഖലീഫയായി. ആ കാലഘട്ടത്തിൽ തുടങ്ങിവെച്ച പ്രവണതയാണ് യഥാർത്ഥത്തിൽ ഹദീസ് നിഷേധം. ഖവാരിജികൾ എന്ന് പറയുന്ന, പിന്നീട് മുഅ്തസിലികൾ എന്ന് പറയുന്ന വിഭാഗങ്ങളിലൂടെ ഖവാരിജികൾ എന്ന് പറയുന്നത് വല്ലാത്ത ഒരു ഉഗ്രഭാവത്തിന്റെ അല്ലെങ്കിൽ ഉഗ്രവാദത്തിന്റെ വക്താക്കളായിരുന്നു. ഇസ്ലാമിന് തീവ്രത പോരാ, കുറച്ചുകൂടി തീവ്രത വേണം എന്ന് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്ന ഒരു വിഭാഗമാണ് ഖവാരിജികൾ. ആ ഖവാരിജികൾ അവരുടെ നിലപാടുകളെ ചിത്രീകരിക്കുവാൻ വേണ്ടി ഹദീസുകളിൽ വെള്ളം ചേർക്കുന്ന മനോഭാവങ്ങൾ രൂപപ്പെട്ടു തുടങ്ങി. പിന്നീട് മുഅ്തസിലികൾ ഇസ്ലാമിനെ തന്നെ പരിഷ്കരിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു വാദവുമായി രംഗത്ത് വന്ന വിഭാഗമായിരുന്നു മുഅ്തസിലികൾ. അവരുടെ കാലഘട്ടത്തിൽ ഇല്ലാത്ത ഹദീസുകൾ കൂട്ടിച്ചേർത്തും ഉള്ള ഹദീസുകളിൽ വേണ്ടാധീനങ്ങൾ കയറ്റിക്കൂട്ടിയും ഹദീസുകളിൽ വക്രീകരണം നടത്താനുള്ള ശ്രമങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ, മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ അർ-റിസാല എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ സബബുൻ നുസൂൽ, ആ ഗ്രന്ഥം രചിക്കാനുള്ള കാരണം തന്നെ മുസ്ലിം സമുദായത്തിനകത്ത് ഹദീസിനോടുള്ള ഇത്തരമൊരു വികലമായ മനോഭാവം രൂപപ്പെട്ട പശ്ചാത്തലത്തിൽ അതിനെ ചെറുക്കാൻ വേണ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് മുളയോ നുള്ളപ്പെട്ടു കളഞ്ഞു. ആ പ്രവണത ചരിത്രത്തിൽ പിന്നീട് തുടർന്നിട്ടില്ല. പിന്നീട് ആ പ്രവണത കുറച്ചും കൂടി കടന്നു വന്നത് 19ാം നൂറ്റാണ്ടിന്റെയും 20ാം നൂറ്റാണ്ടിന്റെയും കാലഘട്ടത്തിലാണ്. 19ാം നൂറ്റാണ്ടിലും 20ാം നൂറ്റാണ്ടിലുമാണ് ഹദീസ് നിഷേധ പ്രവണത പിന്നീട് രൂപപ്പെട്ടു വന്നത്. ആ ഹദീസ് പ്രവണത പാകിസ്ഥാനിൽ ഗുലാം മുഹമ്മദ് പർവേസിനെ പോലെയുള്ള ആളുകൾ വളരെ വികൃതമായി ഹദീസുകളെ ചിത്രീകരിച്ചുകൊണ്ടും ഹദീസുകൾ തന്നെ ശരിയല്ല, അത് ഈ കാലഘട്ടത്തിന് അനുയോജ്യമല്ല എന്ന് പറയുന്ന ശക്തമായ വാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്ന സാഹചര്യം 20ാം നൂറ്റാണ്ടിന്റെ ആ പകുതി കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ സന്ദർഭത്തിലാണ് സുന്നത്ത് കി ആയിനി ഹൈസിയത്ത് എന്ന് പറയുന്ന പ്രസിദ്ധമായ ഗ്രന്ഥം ഉസ്താദ് മൗദൂദി റഹിമഹുല്ലാഹ് രചിച്ചുകൊണ്ട് അഹമ്മദ് പർവേസിന്റെ ഈ ഹദീസ് നിഷേധത്തിന്റെ പ്രവണതയെ വളരെ ശക്തമായി ചോദ്യം ചെയ്തുകൊണ്ട് ഹദീസിനെ സ്ഥാപിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. ആ കാലഘട്ടത്തിൽ ഹദീസ് നിഷേധ പ്രവണത അറബ് രാജ്യത്തിൽ രൂപപ്പെട്ടിരുന്നു. ഓറിയന്റലിസ്റ്റ് സ്വാധീനമുണ്ടായിരുന്ന ത്വാഹ ഹുസൈനെ പോലെയുള്ള ഡോക്ടർ അഹമ്മദ് അമീമിനെ പോലെയുള്ള, അതേപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ വിമർശിച്ചുകൊണ്ട് ഗ്രന്ഥം രചിച്ച അബൂ റയ്യയെ പോലെയുള്ള, ഡോക്ടർ അലി ഹസൻ അബ്ദുൽ ഖാദറിനെ പോലെയുള്ള ആളുകൾ ഹദീസ് നിഷേധ പ്രവണതയുമായി അറബ് രാജ്യങ്ങളിൽ രംഗത്ത് വന്നപ്പോ ഡോക്ടർ മുസ്തഫ സിബായി വളരെ ശക്തമായി അതിനെതിരെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അവരുടെ വാദങ്ങളുടെ മുനയൊടിച്ചുകൊണ്ട് ആ വാദത്തെ കൃത്യമായി അഡ്രസ് ചെയ്തുകൊണ്ട് ആ തലപൊക്കലിനെ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. ആ പ്രവണത വീണ്ടും തുടക്കം കുറിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വളരെ വ്യാപകമായി ഒരുപക്ഷെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല. ഞാനിത് പറയുമ്പോൾ കൗതുകത്തോടുകൂടി കേൾക്കുന്ന ചിലരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കാം. പക്ഷേ ആ പ്രവണത വളരെ കൃത്യമായി നമ്മുടെ സമൂഹത്തിനിടയിൽ പ്രചരിപ്പിക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനമാസമായ റബീഉൽ അവ്വൽ മാസത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും ആ സുന്നത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസുകളുടെയും പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് സുന്നത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു മനോഭാവം കൃത്യമായി രൂപപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ മുസ്ലിം ഉമ്മത്തിന് സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം. ഇത്തരം വികലമായ വാദങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ ആ ശ്രദ്ധയിൽപ്പെടുന്ന നിമിഷത്തിൽ തന്നെ അതിന്റെ മുനയൊടിക്കുവാനുള്ള ഒരു മനോഭാവം നമ്മൾ രൂപപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടില്ല എങ്കിൽ
എന്തും ഏതും എവിടെയും പ്രചരിപ്പിക്കാൻ കഴിയുന്ന, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ എഡിറ്ററും എഡിറ്റിംഗുമില്ലാത്ത ഒരു സംവിധാനത്തിലൂടെ കടന്നു പോകുമ്പോൾ ആർക്കും എന്തും എങ്ങനെയും ഏതളവിലും എഴുതുകയും ആളുകളെ ബോധ്യപ്പെടുത്തുകയും പറയുകയും കേൾപ്പിക്കുകയും ചെയ്യാം എന്ന് പറയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ഹദീസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ സുന്നത്തുർ റസൂൽ എന്ന് പറയുന്ന ആ ഭാഗത്തെ നിരാകരിച്ചുകൊണ്ടോ നിഷേധിച്ചുകൊണ്ടോ ഒരടി മുന്നോട്ട് പോകാൻ മുസ്ലിം ഉമ്മത്തിന് സാധിക്കുകയില്ല. അഖീമുസ്സലാത്ത് എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ എന്നോടും നിങ്ങളോടും കൽപ്പിക്കുമ്പോൾ ഞാനും നിങ്ങളും നമസ്കരിക്കുന്നുണ്ട്. ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ് എന്ന ആഹ്വാനത്തിന് ചെവി കൊടുത്തുകൊണ്ട് ഇന്ന് ജുമുഅ നമസ്കാരത്തിൽ നമ്മളിവിടെ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? സുബഹി നമ്മൾ 2 റക്അത്ത് നിസ്കരിക്കുന്നു, ളുഹർ 4 റക്അത്ത് നിസ്കരിക്കുന്നു, മഗ്രിബ് 3 റക്അത്ത് നിസ്കരിക്കുന്നു, ഇശാ 4 റക്അത്ത് നിസ്കരിക്കുന്നു, അസ്ർ 4 റക്അത്ത് നിസ്കരിക്കുന്നു. ഇങ്ങനെ 17 റക്അത്തുകളുള്ള 5 വക്തുകൾ എങ്ങനെയാണ് ഞാനും നിങ്ങൾ നിസ്കരിക്കുന്നത്? അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ 10,000 വട്ടം നിങ്ങൾ പാരായണം ചെയ്തു കഴിഞ്ഞാലും നമ്മൾ നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കാനുള്ള ഒരു വഴിയും ഖുർആനിൽ നിന്ന് കിട്ടൂല. കാരണം നിസ്കാരത്തിന്റെ വിശദാംശങ്ങൾ ഖുർആനിൽ പറഞ്ഞിട്ടില്ല. ഏത് വക്തുകളിലൊക്കെയാണ് നിസ്കരിക്കേണ്ടത് എന്ന കാര്യം പോലും ഖുർആനിൽ നിന്ന് ഒരാൾക്ക് ലഭ്യമാകണമെങ്കിൽ ഖുർആനിന്റെ ആയത്തുകളിൽ ഇജ്തിഹാദ് നടത്തണം. അഖിമിസ്സലാത്ത ലിദുലൂകി ശംസി ഇലാ ഗസഖിൽ ലൈലി വഖുർആനൽ ഫജ്ർ ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ എന്ന അല്ലാഹുവിന്റെ ഖുർആനിൽ നമസ്കാരത്തിന്റെ വക്തുകളിലേക്ക് ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് പറയുമ്പോൾ ഈ ആയത്തോതിക്കൊണ്ടാണ് കേരളത്തിൽ ഹദീസ് നിഷേധ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ചേകന്നൂർ മൗലവി എന്ന് പറയുന്ന വ്യക്തി അള്ളാഹുവിന്റെ ഖുർആൻ ഓതിക്കൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ 3 വക്ത് മാത്രമേ നിസ്കരിക്കേണ്ടതുള്ളൂ, 3 വക്ത് നിസ്കരിക്കേണ്ടതുള്ളൂ. അവസാന കാലത്ത് മൂപ്പർ പറഞ്ഞു, നിങ്ങൾ നിസ്കരിക്കുന്ന വേണ്ട. ഖുർആൻ ഓതിക്കൊണ്ടാണ് പറഞ്ഞത്. അഖിമിസ്സലാത്ത ലിദിക്രി, അള്ളാഹുവിന്റെ ദിക്ർ നിലനിർത്തുവാൻ വേണ്ടിയാണ് നമസ്കാരത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സിനകത്ത് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റുണ്ടെങ്കിൽ നിങ്ങൾ നിസ്കരിക്കേണ്ട ആവശ്യം തന്നെയില്ല എന്ന് ചേകന്നൂർ മൗലവി അള്ളാഹുവിന്റെ ഖുർആൻ ഓതിക്കൊണ്ടാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഖുർആനിൽ നമസ്കാരത്തിന്റെ വക്തുകളുടെ എണ്ണം പോലും നമ്മൾ നന്ദി പറയുന്ന ഇവിടെ ഈ ബോർഡിൽ എഴുതി വെച്ച ഫജ്ർ അല്ലെങ്കിൽ സുബഹി, ളുഹർ, അസ്ർ, ഇശാ, മഗ്രിബ് എന്ന് പറയുന്ന ആ വക്തുകളുടെ എണ്ണം അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് എവിടെയും നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. 17 റക്അത്തുകളാണ് നിസ്കരിക്കേണ്ടത് എന്ന ആ റക്അത്തുകളുടെ എണ്ണം വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടിക്കൊണ്ട് നിസ്കാരം തുടങ്ങി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന നമസ്കാരത്തിന്റെ രൂപത്തിന്റെ ഒരു ചെറിയ അടയാളം പോലും അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും കണ്ടെത്താൻ കഴിയില്ല. പിന്നെ എവിടുന്ന് അത് കിട്ടുക? അത് കിട്ടണമെങ്കിൽ ഹദീസ് വേണം. അത് കിട്ടണമെങ്കിൽ സുന്നത്തുർ റസൂൽ വേണം. സുന്നത്തുർ റസൂൽ ഇല്ല എങ്കിൽ നാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നിസ്കാരത്തെ പോലും പൊളിച്ചു കളയും. ഈ കാണുന്ന നമസ്കാരം ഉൾപ്പെടെയുള്ള ഇസ്ലാമിന്റെ സകലവിധ ശിആറുകളെയും പൊളിച്ചു കളയുക എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളുടെ അജണ്ടകൾക്ക് ചൂട്ടുപിടിക്കുന്ന ഈ വികൃതമായ മനോഭാവം വെച്ചു പുലർത്തുന്ന ആളുകളെ മുളയിൽ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ തിരുത്തുവാൻ മുസ്ലിം ഉമ്മത്ത് തയ്യാറായിട്ടില്ല എങ്കിൽ അത് അപകടപ്പെടുത്തുന്നത് ഇസ്ലാമിനെയായിരിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിലപാട് സ്വീകരിക്കാൻ മുസ്ലിം ഉമ്മത്തിന് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കൈവശമുള്ള ഖുർആൻ പോലും ഖുർആനാണെന്ന് ഞാൻ എങ്ങനെ പറയുക? നമ്മൾ എങ്ങനെയാ പറയുക? എന്താണ് അതിന്റെ തെളിവ്? എന്റെ കൈവശമുള്ള സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെയുള്ള 114 അധ്യായങ്ങളുള്ള 6000-ലധികം വരുന്ന സൂക്തങ്ങളുള്ള അള്ളാഹുവിന്റെ ഖുർആൻ തന്നെയാണ് ഖുർആൻ എന്ന് എങ്ങനെയാണ് ഖുർആൻ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് തെളിയിക്കാൻ കഴിയുക? അത് ഖുർആനാണ്. ആ ഖുർആൻ വഹിയിലൂടെ ലഭ്യമായതാണ്. ഇന്ന സന്ദർഭത്തിലാണ് തന്നിട്ടുള്ളത് എന്ന് ഈ ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞത് അള്ളാന്റെ റസൂലാണല്ലോ. ആ അള്ളാഹുവിന്റെ റസൂലിന്റെ വഹീനെ നിഷേധിച്ചു കളഞ്ഞാൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളെ നിഷേധിച്ചു കളഞ്ഞാൽ അള്ളാഹുവിന്റെ ഖുർആനിനെ പോലും യഥാർത്ഥത്തിൽ ഒരാൾ സംശയിച്ചു പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇസ്ലാമിനെ പൊളിക്കുന്ന ഈ വികൃതമായ ഭാവം, മനോഭാവം
അത് തീർച്ചയായും അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിലപാട് സ്വീകരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ നമുക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഹദീസുകൾക്കെതിരെ പല വിധത്തിലുള്ള ആരോപണങ്ങളും പല കോണുകളിൽ നിന്നും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഹദീസുകൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ സന്ദർഭം മനസ്സിലാക്കാതെ, ആ ഹദീസുകളോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ട് പരിശോധിക്കേണ്ട മറ്റുള്ള ഹദീസുകളെ കുറിച്ച് യാതൊരു വിധത്തിലുള്ള പഠനവും നടത്താതെ ഒരു ഹദീസിന്റെ ഏതോ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് ഖുർആനിന് വിരുദ്ധമായി പറഞ്ഞിരിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങൾ ഈ കാലഘട്ടത്തിന് അനുയോജ്യമല്ല എന്ന് തുടങ്ങിയ വാദങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ ഹദീസിനെ കുറിച്ച് അക്ഷരാർത്ഥത്തിൽ പഠിച്ചിട്ടോ മനസ്സിലാക്കിയിട്ടോ ഇല്ല എന്നതുകൊണ്ടാണ് ഇത്തരം നിലപാടുകളിൽ യഥാർത്ഥത്തിൽ എത്തിച്ചേരുന്നത് എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂൽ, ഞാൻ പറഞ്ഞല്ലോ, ഒരു മനുഷ്യനായി നമ്മുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു തന്ന് ഒരു മനുഷ്യൻ എന്ന നിലക്ക് ഈ ലോകത്ത് ഏറ്റവും നല്ല വിജയകരമായ ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മെ പ്രാപ്തമാക്കുന്ന മഹത്തായ ജീവിതത്തിന്റെ ഉടമയായിരുന്നു. وَمَا مَنَعَ النَّاسَ أَن يُؤْمِنُوا إِذْ جَاءَهُمُ الْهُدَى إِلَّا أَن قَالُوا أَبَعَثَ اللَّهُ بَشَرًا رَسُولًا. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്ന് മക്കയിലെ മുശ്രിക്കീങ്ങളായ ആളുകൾ ഞങ്ങൾക്ക് അത്ഭുതങ്ങൾ കാണിച്ചു തരണം, അത്ഭുതങ്ങൾ കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അല്ലാഹുവിന്റെ ദീനിൽ വിശ്വസിച്ചു കൊള്ളാം, ഞങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങളുടെ മുമ്പിലൂടെ ഒരു അരുവിയെ ഒഴുക്കി കാണിച്ചു തന്നാൽ, അല്ലെങ്കിൽ ഈത്തപ്പനയും മുന്തിരിയും വിളങ്ങി നിൽക്കുന്ന ഒരു പൂന്തോട്ടം പ്രത്യക്ഷപ്പെടുത്തി കാണിച്ചു തന്നു കഴിഞ്ഞാൽ, അല്ലാഹുവും അല്ലാഹുവിന്റെ മലായിക്കത്തുകളും ഞങ്ങളുടെ മുമ്പിലേക്ക് അണിയണിയായിക്കൊണ്ട് പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ, ഞങ്ങൾക്കൊരു പളുങ്കുകൊട്ടാരം ഈ കാണുന്ന നിമിഷം നിർമ്മിച്ചുകൊണ്ട് അത്ഭുതം കാണിച്ചു തന്നാൽ, അല്ലെങ്കിൽ നിൽപ്പിന് ആകാശത്തേക്ക് ഉയർന്നുപോയി ഒരു വേദഗ്രന്ഥവുമായി നിങ്ങളിങ്ങോട്ട് ഇറങ്ങി വന്ന് അത്ഭുതം കാണിച്ചു തന്നാൽ ഞങ്ങൾ വിശ്വസിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ ആ ജനവിഭാഗത്തോട് അല്ലാഹു സുബ്ഹാനഹു തആല പറയാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ മാത്രമാണ്. സുബ്ഹാന റബ്ബി ഹൽ കുൻതു ഇല്ലാ ബശറർ റസൂല. ഞാൻ നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനാണ്. മനുഷ്യനായിക്കൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ജീവിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് ഒരു മനുഷ്യനായിക്കൊണ്ട് ജീവിക്കേണ്ടത് എന്ന മാതൃക നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരികയായിരുന്നു. وَمَا مَنَعَ النَّاسَ أَن يُؤْمِنُوا إِذْ جَاءَهُمُ الْهُدَى. അല്ലാഹുവിന്റെ പ്രവാചകൻ ഹിദായത്തിന്റെ സന്ദേശവുമായി ആ ജനവിഭാഗങ്ങളിലേക്ക് ഇറങ്ങി വന്നപ്പോ ആ ജനങ്ങളുടെ മുമ്പിലുള്ള തടസ്സം ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇല്ലാ അൻ ഖാലു അബഅസ അല്ലാഹു ബശറർ റസൂല. ഒരു മനുഷ്യനെയാണല്ലോ ഞങ്ങളിലേക്ക് അല്ലാഹു പ്രവാചകനായിട്ട് നിയോഗിച്ചിട്ടുള്ളത്. ഒരു മനുഷ്യനെ, ഞങ്ങളെപ്പോലെ രണ്ട് കണ്ണുള്ള, ഞങ്ങളെപ്പോലെ ചെവിയുള്ള, മൂക്കുള്ള, കൈകളുള്ള, അതുപോലെ തന്നെ ശരീരത്തിന്റെ അവയവങ്ങളില്ല, ഞങ്ങളെപ്പോലെ ചിന്തിക്കുകയും ഞങ്ങളെപ്പോലെ ഭക്ഷണം കഴിക്കുകയും ഞങ്ങളെപ്പോലെ കിടന്നുറങ്ങുകയും ഞങ്ങളെപ്പോലെ മലമൂത്ര വിസർജനം നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനെയാണല്ലോ ഞങ്ങളിലേക്ക് പ്രവാചകനായി നിയോഗിച്ചിട്ടുള്ളത് എന്ന് ആ ജനവിഭാഗം ചോദിച്ചു എന്നതല്ലാതെ അവരുടെ മുമ്പിൽ വേറെ തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അല്ലാഹു പറയാണ്, ഖുൽ ലൗ കാന ഫിൽ അർളി മലായികത്തുൻ യംശൂന മുത്മഇന്നീന ലനസ്സൽനാ അലൈഹിം മിനസ് സമാഇ മലക്കർ റസൂല. ഈ ഭൂമിലോകത്ത് മനുഷ്യന്മാർക്ക് പകരം മലക്കുകളായിരുന്നെങ്കിൽ, നമ്മളെപ്പോലെയുള്ള മനുഷ്യർക്ക് പകരം മലക്കുകളാണ് ഈ ദുനിയാവിൽ ജീവിക്കുന്നതെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യന് പകരം മലക്കുകളെ പ്രവാചകനായിക്കൊണ്ട് നിയോഗിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ ജീവിക്കുന്നത് മനുഷ്യന്മാരാണ്. ആ മനുഷ്യന്മാരുടെ റോൾ മോഡലായി അല്ലാഹുവിന്റെ റസൂല് നമ്മുടെ മുമ്പിൽ വളരെ മനോഹരമായ ജീവിതം കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, ആ റസൂലിനെ ഇത്തിബാ ചെയ്യുക എന്ന് പറയുന്നത്, ആ റസൂലിനെ അനുധാവനം ചെയ്യുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിർബന്ധ ബാധ്യതയാണ്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹൂ. അല്ലാഹുവിന്റെ റസൂല് എന്തെല്ലാം കാണിച്ചു തന്നിട്ടുണ്ടോ അതൊക്കെ സ്വീകരിക്കുകയും എന്തെല്ലാം വിലക്കിയിട്ടുണ്ടോ അതിൽ നിന്നൊക്കെ പൂർണ്ണമായി വിട്ടുനിൽക്കുകയും ചെയ്യുക. എല്ലാത്തിലും സുന്നത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിഖ്ഹിൽ പഠിച്ചൊരു നിർവചനമുണ്ട്. ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതുമായ കാര്യത്തിനാണ് സുന്നത്ത് എന്ന് പറയുക എന്ന് നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്. അത് ഫിഖ്ഹിൽ ശരിയാ. യഥാർത്ഥത്തിൽ സുന്നത്തുർ റസൂൽ എന്ന് പറയുന്നത് അതിനേക്കാളൊക്കെ വിശാലമാണ്. സുന്നത്തുർ റസൂൽ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതമാണ്. അഥവാ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആദ്യ വചനങ്ങൾ ഹിറാ ഗുഹയിൽ വെച്ചുകൊണ്ട് കേൾപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗുഹയിൽ നിന്ന് അന്ന് ഇറങ്ങി വന്ന് 63
23-ാമത്തെ വയസ്സിൽ അവസാനത്തെ സെക്കൻഡ് വരെ ഈ ലോകത്ത് ജീവിച്ച് കാണിച്ചു തന്ന 23 വർഷക്കാലത്തിന്റെ മാതൃകയുടെ പേരാണ് സുന്നത്തുർ റസൂൽ എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂല് ആ ഹിറാ ഗുഹയിൽ നിന്ന് അന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഒരിക്കൽ പോലും ആ ഗുഹയിലേക്ക് തിരിച്ചു പോയിട്ടില്ല. 40-ാമത്തെ വയസ്സിൽ ഇറങ്ങിയ റസൂല് ഒരു സന്ദർഭത്തിൽ പോലും ആ ഗുഹയിലേക്ക് പിന്നീട് തിരിച്ചു പോയിട്ടില്ല. എനിക്ക് ഒന്നാമതായി വഹയി കിട്ടിയ സ്ഥലമാണല്ലോ അത്. ജിബ്രീൽ ആദ്യമായിട്ട് എന്റെ അടുക്കൽ വന്ന സ്ഥലമാണല്ലോ അത്. അതുകൊണ്ട് അതിന്റെ ബർക്കത്തൊന്ന് കാണാൻ വേണ്ടി ഒന്ന് പോണല്ലോ എന്ന് കരുതിയിട്ട് പോലും അല്ലാഹുവിന്റെ റസൂൽ അങ്ങോട്ട് പോയിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ പിന്നെ ജനങ്ങൾക്കിടയിൽ ജീവിക്കായിരുന്നു. 2 കാരണം പറയാം. ഒന്ന്, റസൂലിന് അങ്ങനെ പോകാൻ പിന്നെ സമയം കിട്ടിയിട്ടില്ല. രണ്ടാമത്തേത്, അങ്ങനെ പോകേണ്ട ആവശ്യമുണ്ടെന്ന് റസൂലിന് ബോധ്യപ്പെട്ടിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ ജീവിക്കായിരുന്നു. എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് കച്ചവടം ചെയ്യേണ്ടത്, എങ്ങനെയാണ് ജോലിയെടുക്കേണ്ടത്, എങ്ങനെയാണ് രാജ്യത്തെ കെട്ടിപ്പടുക്കേണ്ടത്, എങ്ങനെയാണ് രാഷ്ട്രത്തെ സ്ഥാപിക്കേണ്ടത്, എങ്ങനെയാണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ സാമൂഹിക, കുടുംബ, സാമ്പത്തിക, സാംസ്കാരിക മണ്ഡലങ്ങളുടെ ജീവിതവുമായി മുന്നോട്ട് പോകേണ്ടത് എന്ന് അല്ലാഹുവിന്റെ റസൂല് നമ്മുടെ മുമ്പിൽ ജീവിച്ചു കാണിച്ചു തരികയായിരുന്നു. ആ ജീവിതത്തിന്റെ മാതൃക അല്ലാഹുവിന്റെ റസൂല് നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ചു നൽകുകയും ചെയ്തിട്ടുണ്ട്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മയ്യീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. നിങ്ങൾ വഴികേടിലായിരുന്നു, നിങ്ങൾ വലാലത്തിലായിരുന്നു, നിങ്ങൾ യഥാർത്ഥത്തിൽ വെളിച്ചമില്ലാതെ, വഴിയറിയാതെ, ഇരുട്ടിൽ തപ്പിക്കൊണ്ട് പ്രയാസപ്പെടുന്ന സന്ദർഭത്തിൽ ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മയ്യീന റസൂലൻ മിൻഹും, അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ അവർക്ക് നല്ല പരിചയമുള്ള, അവരോടൊപ്പം ജീവിച്ചിട്ടുള്ള, അവരുടെ ജീവിതത്തിൽ സത്യസന്ധൻ, അൽ അമീൻ, അസ്വാദിഖ് എന്ന് മാത്രം വിളിച്ചിട്ടുള്ള, അത്രമാത്രം അവർക്കിടയിൽ ഉന്നതസ്ഥാനീയനായ ആ പ്രവാചകനെ പ്രവാചകനായിക്കൊണ്ട് നിയോഗിക്കുന്നു. യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. അല്ലാഹുവിന്റെ റസൂല് വെറുതെ എങ്ങനെ ജീവിച്ചു പോവല്ല ചെയ്തത്. അല്ലാഹുവിന്റെ ഖുർആനിലൂടെ ഓരോ സന്ദർഭങ്ങളിലും ഇറങ്ങുന്ന ആയത്തുകളുണ്ടല്ലോ, ആ ആയത്തുകൾ എങ്ങനെയാണ് പ്രായോഗികമായി ജീവിതത്തിലൂടെ നടപ്പിലാക്കി മുന്നോട്ട് പോകേണ്ടത് എന്ന് അല്ലാഹുവിന്റെ റസൂല് നമ്മുടെ മുമ്പിൽ കാണിച്ചു തരികയായിരുന്നു. وأنزلنا إليك الذكر لتبين للناس ما نزل إليهم ولعلهم يتفكرون എന്ന് ഖുർആൻ മറ്റൊരിടത്ത് പറയുന്നത് പോലെ ജനങ്ങൾക്ക് ആ ഖുർആനിന്റെ സന്ദേശങ്ങൾ വിശദീകരിച്ചുകൊണ്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് നമ്മുടെ മുമ്പിൽ കാണിച്ചു തരികയായിരുന്നു. وما أنزلنا عليك الكتاب إلا لتبين لهم الذي اختلفوا فيه وهدى ورحمة. നിങ്ങൾക്കിടയിൽ എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ടോ, നിങ്ങൾക്കിടയിൽ എന്തെല്ലാം പരിഹാരത്തിന്റെ പ്രശ്നങ്ങൾ കടന്നു വരുമോ, ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിർദ്ദേശിച്ചുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് നിങ്ങളുടെ മുമ്പിൽ മാതൃക കാണിച്ചു തന്നിട്ടുള്ളെങ്കിൽ ആ മാതൃക പിൻപറ്റാതെ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഫലാ വറബ്ബിക, നിങ്ങൾ മുഅ്മിനാണ് എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. നിങ്ങൾ മുസ്ലിമാണെന്ന് പറയുന്നതിൽ അർത്ഥമല്ല. നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, നിങ്ങൾക്കിടയിൽ ഒരു തർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ തർക്കത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾ സമീപിച്ചാൽ മാത്രം പോരാ. അല്ലാഹുവിന്റെ റസൂല് അതിലൊരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ ആ തീരുമാനത്തെ സംതൃപ്തമായ മനസ്സോടുകൂടി, ഏതെങ്കിലും മനോഭാവത്തിലല്ല, സംതൃപ്തമായ മനസ്സോടുകൂടി അല്ലാഹുവിന്റെ റസൂലിന്റെ ആ തീരുമാനത്തെ നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകാതെ പോയി കഴിഞ്ഞാൽ ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ, നിന്റെ റബ്ബാനെ സത്യം, അവരൊരിക്കലും വിശ്വാസികളാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ ഖണ്ഡിതമായി പറയുമ്പോ ഈ ആയത്തിന്റെ സബബുൻ നുസൂൽ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 2 സഹാബിമാർ തമ്മിലുള്ള ഒരു വെള്ളത്തിന്റെ തർക്കമായിരുന്നു. വെള്ളം എങ്ങോട്ട് തിരിച്ചുവിടണം, ആ വെള്ളം അവർക്ക് കൊടുക്കണമോ വേണ്ടയോ എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കുടിവെള്ളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രശ്നത്തിന്റെ തീർപ്പിന്റെ കാര്യത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ സമീപിക്കാതെ ഏതോ വിധത്തിൽ അല്ലെങ്കിൽ സമീപിച്ചതിന്റെ വിധിയിൽ സംതൃപ്തി അടയാതെ പോയ ആളുകളുടെ നിലപാടുകളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഖുർആൻ ഈ ആയത്ത് അവതീർണമായിട്ടുള്ളതെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് കൈകെട്ടിലോ ഖുനൂത്തിലോ തറാവീഹിലോ അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ആരാധന അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട
വിഷയങ്ങളിലോ മാത്രം പരിമിതപ്പെട്ടാൽ പോരാ. നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, നിങ്ങളുടെ സദാചാര പ്രശ്നത്തിൽ, നിങ്ങളുടെ ധാർമ്മിക വിഷയത്തിൽ, നിങ്ങളുടെ വിദ്യാഭ്യാസ പ്രശ്നത്തിൽ, നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ, നിങ്ങളുടെ സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ അടരുകളിലും അടയാളങ്ങളിലും അള്ളാഹുവിന്റെ റസൂലിന്റെ മാതൃകയെ പിൻപറ്റിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറുണ്ടോ? ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ. അതല്ലാത്തിടത്തോളം കാലം ഈമാനുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേരിലുണ്ടാവാം അള്ളാഹുവിന്റെ പട്ടികയിൽ ഈമാനുള്ളവരുടെ ലിസ്റ്റിൽ ഞാനും നിങ്ങളും ഉൾപ്പെട്ടു പോകുകയില്ല എന്ന് ഇത്ര ഗൗരവത്തിൽ അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. ഹദീസ് നിഷേധം എന്ന് പറയുന്ന വാക്കു ചൊരിക്കുന്നത് പോലും ഈ സമൂഹത്തിൽ അപകടങ്ങൾ ഉണ്ടാക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണം. യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, പോരാ അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിക്കണം. നിങ്ങളുടെ കൈകാര്യകർത്താക്കളെ കൂടി അനുസരിക്കണം. ഈ ഖുർആന്റെ പ്രയോഗം വളരെ സൂക്ഷ്മമായി പഠിക്കേണ്ടതാ. യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും. അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കണം, അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിക്കണം. ഉലുൽ അംറിനെ പറഞ്ഞപ്പോ അത്തിയോ എന്ന് ചേർത്ത് പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരണത്തിന് വിധേയമായി കൊണ്ട് നിങ്ങളുടെ കൈകാര്യകർത്താക്കളെയും അനുസരിക്കണം. പക്ഷേ അള്ളാഹുവിന്റെ റസൂലിന്റെ അനുസരണം എന്ന് പറയുന്നത് യാതൊരു വിധത്തിലുമുള്ള ഉപാധിയില്ലാതെ നിരുപാധികം അള്ളാഹുവിന്റെ റസൂലിനെ നിങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അള്ളാഹനെ അനുസരിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. ലാ യുഅ്മിനു അഹദുകും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി. ഞാൻ എന്തൊക്കെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ടോ അതിനനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ താല്പര്യങ്ങളെ, നിങ്ങളുടെ ഇച്ഛകളെ നിങ്ങൾ കെട്ടിപ്പടുത്തുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തന്ന ആ മാതൃക അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുവോളം ലാ യുഅ്മിനു അഹദുകും, നിങ്ങൾ ഈമാനുള്ള ആളുകളാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ ഖണ്ഡിതമായി പറയുമ്പോൾ വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതഅ ബിഇദ്നില്ലാഹ്, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അനുസരിക്കാൻ വേണ്ടി മാത്രമാണ് അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകം അവസാനിക്കുന്ന അവസാന നിമിഷം വരേക്കുമുള്ള ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകനാണെങ്കിൽ ആ പ്രവാചകനെ ആ രൂപത്തിൽ അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിന് അനുധാവനം ചെയ്തുകൊണ്ട് ഹദീസുകളിലുള്ള അധ്യാപനങ്ങളെ പിൻപറ്റിക്കൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ ജീവിതത്തിൽ സ്വാംശീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പടച്ച റബ്ബ് അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.